ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് 5 പ്രോബ്ലംസ് ഓഫ് പാരലലോഗ്രാം ലോ ആണ്. ഇത് 5 മെയിൻ ആയിട്ടുള്ള ഡിഫറെൻറ്റ് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ബേസ്ഡ് ഓൺ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ പാരലലോഗ്രാം ലോ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. കാരണം അപ്കമിങ് മൊഡ്യൂൾസിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two forces of 100 Newton and 150 Newton are acting simultaneously at a point. What is the resultant of these two forces if the angle between them is 45 degree? അതായത് നമുക്ക് ഇവിടെ രണ്ട് ഫോഴ്സസ് തന്നിട്ടുണ്ട്. 100 Newton and 150 Newton. പിന്നെ at a point, what is the resultant of these forces if the angle between them is 45 degree? രണ്ടുപേരുടെയും ആ ആംഗിൾ തന്നിട്ടുണ്ട്, ആ രണ്ട് ഫോഴ്സസിൻ്റെയും ബിറ്റ്വീനുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഗിവൺ എന്തൊക്കെയാണ് എഴുതാം. ഗിവൺ എന്തൊക്കെയാണ്? പി 100 ന്യൂട്ടൺ എന്ന് എഴുതാം. രണ്ട് ഫോഴ്സ് ഉണ്ട്, പി ക്യൂ നെയിം ചെയ്തിട്ടുണ്ട് നമ്മൾ. ഗിവൺ പി ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഫോഴ്സ് 150 ന്യൂട്ടൺ. ആംഗിൾ എത്ര? 45 ഡിഗ്രി. രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഇവിടെ തന്നേക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ആൽഫയാണ് തന്നേക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. തീറ്റ എന്താണ്? തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് റിസൾട്ടൻറ്റ് മെയ്ഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ്. അതാണ് തീറ്റ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ എന്താ? പാരലലോഗ്രാമിൽ വെച്ചിട്ട് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. അതായത് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 150 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 150 ഇൻറ്റു കോസ് 45. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10,000 പ്ലസ് 22,500 പ്ലസ് 30,000 ഇൻറ്റു 0.707 ന്യൂട്ടൺ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആർ ഇസ് ഈക്വൽ ടു 232 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ, 232 ന്യൂട്ടൺ. ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് പി തന്നിട്ടുണ്ട്, രണ്ട് ഫോഴ്സ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ടാവും. ആ ഫോർമുല എടുക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Two forces P and Q of magnitude 25 Newton and 10 Newton are acting at a point. അതായത് ഇവിടെ പിയും ക്യൂവും, പി ഇസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടണും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് പി ആൻഡ് ക്യൂ മേക്സ് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി മെഷേർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ദ ഹോറിസോണ്ടൽ. അതായത് ഹോറിസോണ്ടൽ ലൈനിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിൽ പി എന്നുള്ള ഫോഴ്സ് 15 ഡിഗ്രിയും ക്യൂ എന്നുള്ള ഫോഴ്സ് 45 ഡിഗ്രിയും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹോറിസോണ്ടൽ. ഡിറ്റർമൈൻ ദ റിസൾട്ടൻറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇതാണ് ഹോറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇതാണ് ഹോറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുത്തേക്കുന്നത് ഹോറിസോണ്ടൽ ലൈനിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിൽ 15 ഡിഗ്രിയാണ് പി എന്നുള്ള ഫോഴ്സിൻ്റെ ആംഗിൾ. അതായത് ഇതാണ് പി. ഫോർ സപ്പോസ് ഇത് ഈസ് 15 ഡിഗ്രി. അപ്പോൾ ഇതാണ് പി ഫോഴ്സ്. ഓക്കെ, ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് 45 ഡിഗ്രിയാണ് എന്ത്? ക്യൂ ഫോഴ്സ്. അതായത് ഇവിടെ നിന്ന് 45 ഡിഗ്രി ഏകദേശം ഇങ്ങനെയൊക്കെ വരും. ഇതാണ് 45 ഡിഗ്രി ക്യൂ ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? പാരലലോഗ്രാം ലോ വെച്ചിട്ട് ഈ പാരലലോഗ്രാം നമുക്കൊന്നിങ്ങനെ ഇമാജിനറി ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 6. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത് പി എന്നുള്ളത് 25 ന്യൂട്ടണും ക്യൂ എന്നുള്ളത് 10 ന്യൂട്ടണും ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ആംഗിൾ തീറ്റ. തീറ്റ എന്താണ്? റിസൾട്ടൻ്റ് ഹോറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അതായത് ഇതാണ് തീറ്റ. ആൽഫ എന്താണ്? രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതായത് 25 ന്യൂട്ടൻ്റെയും 10 ന്യൂട്ടൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഇത്. ഇതാണ് ആൽഫ. ഓക്കെ,
ഇനി നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ നമുക്ക് അതായത് 15 ഡിഗ്രിയാണ് ആദ്യത്തെ ഫോഴ്സ്, 45 ഡിഗ്രിയിലാണ് സെക്കൻഡ് ഫോഴ്സ് ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് ഫോഴ്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ അതായത് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഈ 45 ഡിഗ്രി മൈനസ് 15 ഡിഗ്രി ചെയ്താൽ ഈ ബിറ്റ്വീനിലുള്ള ആംഗിൾ കിട്ടൂലേ? അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 45 മൈനസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 30 ഡിഗ്രി ആണ് ആൽഫ കിട്ടി. ഇനി നമ്മൾ ഈ ആൽഫ കൊണ്ടുപോയിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഈ ആൽഫയും പിയും ക്യൂവും ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 10 ഇൻറ്റു കോസ് 30 എന്നുള്ളൊരു വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625 പ്ലസ് 100 പ്ലസ് 500 ഇൻറ്റു 0.86. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 725 പ്ലസ് 430 ഈക്വൽ ടു റൂട്ട് ഓഫ് 1155 ദാറ്റ് ഈസ് ഈക്വൽ ടു 33.98 ന്യൂട്ടൺ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 34 ന്യൂട്ടൺ. 34 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ഇത് വന്നത്. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാത്ത എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ കാൽക്കുലേറ്ററിൽ. അപ്പോൾ മാക്സിമം നമുക്ക് ടൈം അധികം എടുക്കാണ്ട് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 34 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ. ഇത് എല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം. കാരണം കാൽക്കുലേറ്ററിൽ ഇപ്പോൾ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പോയി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് 34 ന്യൂട്ടൺ റിസൾട്ടൻ്റ്. നമുക്ക് ഇപ്പോൾ റിസൾട്ടൻ്റ് ആണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ തീറ്റ. ആ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ 30 അല്ലേ, സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 30 പ്ലസ് പി എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ ക്യൂ 10. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 0.5/3.36 ഈക്വൽ ടു 0.148 എന്നാണ്. ഇത് 0.148 ഇതിൻ്റെ വാല്യൂ. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.148 എന്ന് കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു 8.45 ഡിഗ്രീസ് എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇത് തീറ്റയാണ്. അതായത് ഈ ഒരു ആംഗിളാണ് കിട്ടിയേക്കുന്നത് തീറ്റ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഈ മൊത്തത്തിലുള്ള ആംഗിളാണ് വേണ്ടത് വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ വിത്ത് ദ ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തീറ്റയും ഇതും കൂടി ആഡ് ചെയ്താൽ പോരെ. അതായത് ഈ 15ഉം തീറ്റയും കൂടി ആഡ് ചെയ്യാം. അതായത് ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൻറ്റ് വിത്ത് ഹൊറിസോണ്ടൽ. റിസൾട്ടൻ്റ് എന്തായിരിക്കും? ആ ഹൊറിസോണ്ടൽ ഇപ്പോൾ 15 ഡിഗ്രി ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പി ഫോഴ്സ്. അപ്പോൾ 15 പ്ലസ് ഈ തീറ്റയുടെ വാല്യൂ 8.45. ഇതിൻ്റെ ആൻസർ 23.45 ഡിഗ്രീസ് എന്ന് കിട്ടും. ഇതാണ് ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൻ്റ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വൺ ഒരു ബോട്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. Boat is moved uniformly by pulling with forces 200 Newton and 240 Newton acting at an angle of 60 degree as shown in figure. Determine the magnitude of resultant pull on the boat and the angle made by the resultant with force 200 Newton and 240 Newton. അതായത് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ട്. ഓക്കെ, ഈ ബോട്ടിന് ഇങ്ങോട്ട് 200 ന്യൂട്ടൺ ഫോഴ്സും ഇങ്ങോട്ട് 240 ന്യൂട്ടൺ ഫോഴ്സും വെച്ച് പുഷ് ചെയ്യണേന്. പുഷ് എങ്ങനെ വേണമെങ്കിലും പറയാം, അങ്ങനെ വലിക്കണേന്. അപ്പോൾ ഇതാണ് പി ഫോഴ്സ്, ഇത് ക്യൂ ഫോഴ്സ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും.
അല്ലേ? അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ആംഗിൾ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്താണ്? ആൽഫയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ആൽഫേനെ ഇവിടെ തീറ്റയും ഫൈയും ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോറി, 2 ഫൈ ആയിപ്പോല്ലേ. ഇത് തീറ്റ ആക്കാം നമുക്ക്. തീറ്റയും ഫൈ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണം? ഈ ആൽഫേനെ തീറ്റയും ഫൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. ആൽഫ ഇസ് ഈക്വൽ ടു ഫൈ പ്ലസ് തീറ്റ, അല്ലെങ്കിൽ തീറ്റ പ്ലസ് ഫൈ. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആൽഫയുടെ വാല്യൂ നമുക്ക് നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 240 ഹോൾ സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 240 ഇൻറ്റു 200 ഇൻറ്റു കോസ് 60 എന്ന് വരും. പിന്നെ ആൻസർ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 57,600 പ്ലസ് 40,000 പ്ലസ് 48,000, ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു 381.57 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇത് റിസൾട്ടൻ്റാണ്, അതായത് ഇതിൻ്റെ വാല്യൂ ആണ്. ഈ റിസൾട്ടൻറ്റിൻ്റെ ഇൻക്ലിനേഷനും നമുക്ക് കണ്ടുപിടിക്കണം. രണ്ട് ഫോഴ്സ് ആയിട്ടുള്ള ഈ റിസൾട്ടൻറ്റിൻ്റെ ഇൻക്ലിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിലൊന്നാണ് തീറ്റ, മറ്റൊന്നാണ് ഫൈ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റയുടെ ഇക്വേഷൻ എന്താ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അത് നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ 60 ബൈ കോസ് 60 പ്ലസ് 240 ബൈ 200. ഇതിൻ്റെ ആൻസർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.509. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.509 ചെയ്യുമ്പോൾ 27 ഡിഗ്രീസ് എന്ന് കിട്ടും. അതായത് ഈ തീറ്റ 27 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ തന്നെ മെത്തേഡ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അതിലും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. കാരണം തീറ്റ പ്ലസ് 5 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 60ന്ന് ഇപ്പോൾ കിട്ടിയ 27 മൈനസ് ചെയ്താൽ 5 കിട്ടുമല്ലോ. അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് ക്യൂ ഫോഴ്സ് നമുക്ക് കിട്ടും. അതായത് 5 ഈസ് ഈക്വൽ ടു 60 മൈനസ് 27, ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഡിഗ്രീസ്. ഇതാണ് 5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമിലർ പ്രോബ്ലമാണ്. അതായത് എ ബോട്ട് ഈസ് മൂവ്ഡ് യൂണിഫോംലി ബൈ പുള്ളിംഗ് വിത്ത് ഫോഴ്സസ് P ഈസ് ഈക്വൽ ടു 240 ന്യൂട്ടൺ ആൻഡ് Q ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സാണ്. വാട്ട് മസ്റ്റ് ബി ദ റിസൾട്ട് ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് P ആൻഡ് Q ടു ഹാവ് എ റിസൾട്ടൻറ്റ് R ഈസ് ഈക്വൽ ടു 400 ന്യൂട്ടൺ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. ഇവരുടെ ഫിഗർ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഫിഗർ തന്നെയാണ്. ഇത് Q 200 ന്യൂട്ടൺ, ഇത് P 240 ന്യൂട്ടൺ ആൻഡ് റിസൾട്ടൻറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ 400 ന്യൂട്ടൺ അല്ലേ? ഇത് നമുക്ക് നേരത്തെ എഴുതിയ പോലെ 5 ഇത് തീറ്റയാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ ബോട്ട്. ഇവിടെ ഇപ്പോൾ ഗിവൺ എന്തൊക്കെയാണ്? P ഈസ് ഈക്വൽ ടു 240 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 400 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കപ്പോൾ ആ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ആൽഫ കണ്ടുപിടിച്ചുകൂടെ? കാരണം ബാക്കി എല്ലാ ടേംസും ഉണ്ട്, റിസൾട്ടൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനിൽ എഴുതുമ്പോൾ ഇവിടെ ആൽഫ എന്താണ്? നേരത്തെ പ്രോബ്ലം പോലെ തന്നെ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 5 തന്നെയാണ്. അപ്പോൾ ആസ് പെർ ദ റിസൾട്ടൻറ്റ് ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഈ ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ എഴുതാണ്ടിരിക്കരുത്. കാരണം ഇത് എത്ര പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണം അപ്പോഴൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് എക്സാമിന് ചിലപ്പോൾ മറന്നു അതൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ റൂട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സ്ക്വയർ ചെയ്യാം. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ.
ആറിൻ്റെ വാല്യൂ 400 സ്ക്വയർ ഈസ് ഈക്വൽ ടു 240 സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ പ്ലസ് 2pq 2 ഇൻറ്റു 240 ഇൻറ്റു 200 ഇൻറ്റു കോസ് ആൽഫ, അതായത് ആൽഫക്ക് പകരം കോസ് 5 പ്ലസ് തീറ്റ ആണല്ലോ. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 16,000 ഈസ് ഈക്വൽ ടു 57,600 പ്ലസ് 40,000 പ്ലസ് 96,000 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 5. ഈ കോസ് തീറ്റ പ്ലസ് 5 ഒരു സൈഡിലോട്ട് എടുത്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 16,000 മൈനസ് 57,600 മൈനസ് 40,000 ബൈ 96,000, അതായത് 0.65 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഇതാണ് കോസ് തീറ്റ പ്ലസ് 5. അപ്പോൾ തീറ്റ പ്ലസ് 5 എന്തായിരിക്കും? പ്ലസ് 5 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.65, ദാറ്റ് ഈസ് ഈക്വൽ ടു 49.45 ഡിഗ്രീസ്. ഇതാണ് തീറ്റ പ്ലസ് 5 അല്ലെങ്കിൽ ആൽഫ എന്നുള്ള വാല്യൂ. അതായത് ഇതിപ്പോൾ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ആണ് തീറ്റ പ്ലസ് 5. അപ്പോൾ ഈ തീറ്റ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അല്ലോ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ. അതിൽ ഈ ആൽഫക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കണ്ടുപിടിക്കുക? നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച പോലെ തന്നെ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ 5 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ, അതായത് സൈൻ 49.45 ഡിവൈഡഡ് ബൈ കോസ് 49.45 പ്ലസ് 240 ബൈ 200, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.76 ബൈ 0.65 പ്ലസ് 1.2 ഇസ് ഈക്വൽ ടു 0.4108. ഇതൊക്കെ ഞാൻ വേഗം ചെയ്യണത് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് എത്രയും പെട്ടെന്ന്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ടൈമിൽ സ്പെൻഡ് ചെയ്യാണ്ട് സ്വയം ഇത് പഠിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാ സ്റ്റെപ്പും കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം എന്നാലേ നിങ്ങൾക്കൊരു ആ ഒരു സ്പീഡും ആ ഒരു ഫ്ലോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0.4108 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.4108, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 22.33 ഡിഗ്രീസ് എന്ന് കിട്ടും. ഇനി നമുക്ക് നേരത്തെ അറിയാം തീറ്റ പ്ലസ് 5 അല്ലെങ്കിൽ ആൽഫ എന്നുള്ള വാല്യൂ 49.45 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 ഈസ് ഈക്വൽ ടു 49.45 മൈനസ് 22.33 കിട്ടും. 5 ഈസ് ഈക്വൽ ടു 27.13 ഡിഗ്രീസ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. Resultant of two forces when they act at an angle of 60 degree is 14 Newton. When they act at right angle, their resultant is 12 Newton. ഇതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. 60 ഡിഗ്രിയിൽ 14 ന്യൂട്ടൺ റിസൾട്ടൻ്റ് കിട്ടുന്ന ഒരു ഫോഴ്സും തന്നിട്ടുണ്ട്. 90 ഡിഗ്രീസിൽ 12 ന്യൂട്ടൺ റിസൾട്ടൻ്റ് കിട്ടുന്ന ഒരു ഫോഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് ആ ഡിറ്റർമിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ഫോഴ്സസ്, നമുക്ക് ആ രണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഗിവൺ, അതായത് റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു 14 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. എപ്പോൾ? ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആകുമ്പോൾ. പിന്നെ തന്നേക്കുന്നത് റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ ആണ് വെൻ ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രീസ്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് കേസ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. ഇതിൽ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ എഴുതാം? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ എന്ന് എഴുതാലോ. അതായത് റൂട്ട് മാറ്റിയതാണ് സ്ക്വയർ ചെയ്തിട്ട്. അപ്പോൾ 6 തന്നിട്ടുണ്ട്. 14 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ അറിയില്ല, ക്യൂവും അറിയില്ല, പ്ലസ് 2pq അറിയില്ല. കോസ് ആൽഫ എന്താണ്? കോസ് 60 ആണ്. കോസ് 60 1/2 ആണ്. അപ്പോൾ എന്ത്? 14 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq ഇൻറ്റു 1/2 വരും. ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 14 സ്ക്വയർ അതായത് 196 ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് pq എന്നുള്ളത് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ സെയിം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. അതായത് R 12 ന്യൂട്ടൺ ആണ്, അതുകൊണ്ട് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 90. വി നോ കോസ് 90 0 ആണ്. അപ്പോൾ 12 സ്ക്വയർ അതായത് 144 ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഇവിടെ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ 144 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിനകരം നമുക്ക് 144 ഇടാലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 196 is equal to 144 പ്ലസ് പി ക്യൂ എന്ന് കിട്ടും. അതായത് പി ക്യൂ ഇസ് ഈക്വൽ ടു 196 മൈനസ് 144 ദാറ്റ് ഈസ് 52 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇതാണ് പി ക്യൂ. പി ക്യൂ ഇസ് ഈക്വൽ ടു 52. ഓക്കെ, നമുക്കിപ്പോൾ പി ക്യൂ എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പി ക്യൂ നമ്മൾ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അതിന് പറ്റിയ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒരു ഐഡൻറ്റിറ്റി അറിയാം, എ പ്ലസ് ഡി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ. അതിൻ്റെ എക്സ്പാൻഷൻ വന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്നാണ് അല്ലേ? അപ്പോൾ അതിൽ പി ക്യൂയുടെ ടേം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർന്ന് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. ഇതിൽ നമുക്ക് 2pq അല്ലെങ്കിൽ പി ക്യൂയുടെ വാല്യൂ അറിയാം, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറുടെ വാല്യൂവും അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ 144 പ്ലസ് 2 ഇൻറ്റു 52 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 248 വരും. പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 15.74 ന്യൂട്ടൺ എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഇതാണ് പി പ്ലസ് ക്യൂ. ഇനി അടുത്തത് നമുക്ക് പി പ്ലസ് ക്യൂ കൺസിഡർ ചെയ്ത പോലെ തന്നെ പി മൈനസ് ക്യൂ കൂടി കൺസിഡർ ചെയ്യണമെങ്കിൽ പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq. അതായത് പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 മൈനസ് 2 ഇൻറ്റു 52 അതായത് 40. നമുക്ക് എന്ത് എഴുതാം? പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് 40 എന്ന് എഴുതാം. അപ്പോൾ പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 6.32 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ 4. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ മെത്തേഡ് ചെയ്താൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ക്യൂ അല്ലെങ്കിൽ പി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 15.74. പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 6.32. ഇവിടെ ഞാൻ രണ്ടും കൂടി മൈനസ് ചെയ്യാനാണ്. അപ്പോൾ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2q ഇസ് ഈക്വൽ ടു 9.42 എന്ന് കിട്ടും. q ഇസ് ഈക്വൽ ടു 9.42 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.71 ന്യൂട്ടൺ എന്ന് കിട്ടും. q is equal to 4.71 ന്യൂട്ടൺ. അപ്പോൾ ഈ ക്യൂയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ആണ് 15.74. പി ഇസ് ഈക്വൽ ടു 15.74 മൈനസ് ക്യൂ ഇപ്പോൾ കണ്ടുപിടിച്ച് എന്താ? 4.71. പിയുടെ വാല്യൂ നമുക്ക് 11.03 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 11.04 അല്ലെങ്കിൽ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 11.04 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇവിടെ പിയുടെ വാല്യൂ കിട്ടി, ക്യൂയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് കുറച്ച് ട്രിക്കിയാണ്, പെട്ടെന്ന് കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട സാധനമാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻറ്റ് ഓഫ് 2 ഫോഴ്സ് F1 ആൻഡ് F2 ആർ 70 ന്യൂട്ടൺ ആൻഡ് 3 ന്യൂട്ടൺ. അതായത് നമുക്ക് 2 ഫോഴ്സ് F1 ആൻഡ് F2 തന്നിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്യണ വിധം തന്നിട്ടില്ല. അത് എങ്ങനെയൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്താലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന റിസൾട്ടൻ്റ് 70 ന്യൂട്ടണും
അത് ഏറ്റവും കുറഞ്ഞ റിസൾട്ടൻ്റ് എന്നത് 3 ന്യൂട്ടണുമാണ്. ഡിറ്റർമിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വിച്ച് ദ റിസൾട്ടൻ്റ് ഈസ് 149 ന്യൂട്ടൺ. 149 ന്യൂട്ടൺ റിസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അത് ഏത് ആംഗിളിൽ അപ്ലൈ ചെയ്യണം, അത് ഏത് ആംഗിളിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് F1 എന്താണെന്നറിയില്ല, F2 എന്താണെന്നറിയില്ല. ആകെ തന്നേക്കണത് രണ്ട് റിസൾട്ടൻ്റ് വാല്യൂ ആണ്. അതായത് രണ്ട് ടൈപ്പിൽ അറേഞ്ച് ചെയ്താലുള്ള റിസൾട്ടൻ്റ് വാല്യൂ. ഇത് പെട്ടെന്ന് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റൂല, ഇത് കുറച്ച് ചിന്തിക്കണം. അതായത് ഇവിടെ നമുക്ക് രണ്ട് റിസൾട്ടൻ്റ് തന്നിട്ടുണ്ട്. R1 ഈസ് ഈക്വൽ ടു 17 ന്യൂട്ടൺ ആൻഡ് R2 ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ എന്നിങ്ങനെ രണ്ട് റിസൾട്ടൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് F1 അറിയില്ല, F2 അറിയില്ല, ആൽഫയും അറിയില്ല. റിസൾട്ടൻ്റ് 149 ന്യൂട്ടൺ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് ആണ് 17 ന്യൂട്ടൺ. ഓക്കെ, നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് രണ്ട് ഫോഴ്സുകൾ തരണമെങ്കിൽ ആ ഫോഴ്സിനെ എങ്ങനെയായിരിക്കണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങളൊരു ബോക്സ് കൺസിഡർ ചെയ്യുക. ആ ബോക്സിൽ നിങ്ങൾ 5 ന്യൂട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ലെഫ്റ്റിൽ നിന്നും 5 ന്യൂട്ടൺ ഫോഴ്സ് മുകളിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ ഈ 5 ന്യൂട്ടണും 10 ന്യൂട്ടണും ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ ഉള്ള റിസൾട്ടൻ്റ് ആയിരിക്കും കൂടുതൽ. അഫ്കോഴ്സ് ഒരേ ഡയറക്ഷനിൽ ഒരേ പോയിന്റിൽ കൊടുക്കുന്ന റിസൾട്ടൻ്റ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ രണ്ട് ഫോഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് കിട്ടാൻ വേണ്ടി എന്തായിരിക്കണം? രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ പോയിന്റിലായിരിക്കണം. അതിനർത്ഥം എന്താ? ആ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. മനസ്സിലായോ? ആലോചിക്ക്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു 0. ഗ്രേറ്റസ്റ്റ് വന്നെങ്കിൽ ദർ ആൽഫ ഇസ് ഈക്വൽ ടു 0. രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കണം. രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോഴ്സ്, അതായത് ഇങ്ങോട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ്, ഇങ്ങോട്ട് തന്നെ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ്, ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇത് രണ്ടും കൂടി അങ്ങോട്ട് പ്ലസ് ചെയ്ത് വെക്കും. അതായത് 10 + 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 15. ഇങ്ങനൊരു ആൻസറിലേക്കാണ് നമ്മൾ പോവുക. അതേപോലെ തന്നെ ആൽഫ 0 ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? F1 + F2 എന്ന് വെറുതെ ആഡ് ചെയ്യും. F1 ആൻഡ് F2 ഇസ് ഈക്വൽ ടു 17 ന്യൂട്ടൺ. ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, F1 + F2 ഇസ് ഈക്വൽ ടു 17 ന്യൂട്ടൺ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി രണ്ടാമത്തെ ക്ലൂ തന്നേക്കുന്നത് ലീസ്റ്റ് റിസൾട്ടൻറ്റിൻ്റെ കേസിലാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചില്ലേ, ഇതേപോലെ തന്നെ ലീസ്റ്റിൻ്റെ കാര്യത്തിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. രണ്ട് റിസൾട്ടൻ്റ് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ തരുന്നത് എപ്പോഴായിരിക്കും? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും, അല്ലേ? ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ബോക്സിൽ നിങ്ങൾ ഒരു ലെഫ്റ്റിൽ നിന്ന് ഒരു 10 ന്യൂട്ടണും പെർപെൻഡിക്കുലർ ആയിട്ട് 5 ന്യൂട്ടൺ കൊടുത്താലുള്ള ഫോഴ്സ് ആയിരിക്കുമോ കുറവ്, അല്ലെങ്കിൽ പിന്നെ 10 ന്യൂട്ടൺ ലെഫ്റ്റിൽ നിന്നും 5 ന്യൂട്ടൺ റൈറ്റിൽ നിന്നും കൊടുത്താലുള്ള ഫോഴ്സ് ആയിരിക്കും കുറവ്? അഫ്കോഴ്സ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴുള്ള ഫോഴ്സ് ആയിരിക്കും അവിടെ കുറവ് വരിക. അതായത് വെൻ ദ ഫോഴ്സസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദെയർ റിസൾട്ടൻറ്റ് വിൽ ബി ലീസ്റ്റ്. രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറയുക എന്നാൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താ? 180 ഡിഗ്രി. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? 180 ഡിഗ്രി. അതായത് രണ്ട് ഫോഴ്സസ് 180 ഡിഗ്രി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും, വിച്ച് വിൽ ഗിവ് ദ ലീസ്റ്റ് റിസൾട്ടൻറ്റ്. ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് സെക്കൻഡ് കേസിൽ ലീസ്റ്റ്, ഈ കേസിൽ ആൽഫയുടെ വാല്യൂ 180 ഡിഗ്രി എന്ന് എഴുതാം. 180 ഡിഗ്രി ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ്, ഇങ്ങോട്ടൊരു 5 ന്യൂട്ടണും ഇങ്ങോട്ടൊരു 10 ന്യൂട്ടണും ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടൻറ്റ് നിങ്ങൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? 5 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. അതായത് 5 ഇൻ ദ ലെഫ്റ്റ് വാർഡ് ഡയറക്ഷൻ. ഇങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുക. രണ്ടും കൂടി അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് വെക്കും. ആ സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യണം. F1 - F2 ഇസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 1 and 2 എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. F1 + F2 ഇസ് ഈക്വൽ ടു 17 ന്യൂട്ടൺ. F1 - F2 ഇസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. ഇത് രണ്ടും കൂടി ഞാനിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അതായത് 2F2 ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. സോറി 40, ഇത് 17 ആണ്.
ഇത് മൈനസ് ആവും. അപ്പോൾ 2F2 is equal to 14 ന്യൂട്ടൺ, F2 is equal to 7 ന്യൂട്ടൺ. F2യുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ F1 is equal to 17 minus F2, അതായത് 17 minus 7 F1 is equal to 10 ന്യൂട്ടൺ. ഇതാണ് F1ഉം F2ഉം. ഇപ്പോൾ നമുക്ക് F1ഉം F2ഉം കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ. നമുക്ക് എന്താ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഈ F1 ആൻഡ് F2 ഏത് ആംഗിൾ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 149 അല്ലെങ്കിൽ √149 റിസൾട്ടൻ്റ് കിട്ടണം. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടല്ലോ റിസൾട്ടൻറ്റിൻ്റെ, R is equal to √P² + Q² + 2PQ cos ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആറിന് പകരം നമുക്ക് √149 ഇത് മൊത്തത്തിൽ അങ്ങോട്ട് സ്ക്വയർ ചെയ്യാം. R² is equal to P² + Q² + 2PQ cos alpha. R² is equal to 149. That is equal to 10² + 7² + 2 × 10 × 7 × cos alpha എന്ന് കിട്ടും. അതായത് 149 is equal to 149 + 140 cos alpha എന്നുള്ള വാല്യൂ കിട്ടും. ഇതിൽ നമുക്ക് 149 minus 149 divided by 149 minus 149 divided by 140 is equal to cos alpha എന്ന് കിട്ടും. ഈ cos alpha നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയതാണ്. cos alpha is equal to 149 minus 149 divided by 140, അതായത് cos alpha equal to 0 ആണ്. alpha is equal to cos inverse 0, alpha is equal to 90 degree. അതായത് ഈ രണ്ട് ഫോഴ്സ് 90 ഡിഗ്രി ആംഗിൾസിൽ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് √149 എന്നുള്ള റിസൾട്ടൻ്റ് കിട്ടുക.